ക്ലേ കൊണ്ടുള്ള പരിപാടി ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ. പൈസ കൊടുത്ത് വാങ്ങിയാൽ പിന്നെ മുതലാക്കിയിട്ടല്ലേ നമ്മൾ വിടൂ. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ടൊരു കുട്ടി താറാവുണ്ടാക്കാം. പണ്ട് മുതലേ ക്രാഫ്റ്റിങ്ങിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ തന്നെ ഇത്രയും ലേറ്റായി. പിന്നെ സാധനം വാങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ ചെയ്യാനുള്ള സമയവും ഇല്ലാണ്ടാവും. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അല്ലേ. ഈ സാധനം ഇങ്ങനെ ഉരുട്ടി കൂട്ടുന്നത് കണ്ടത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാവും. ഒരു പ്രയസനത്തിൻ്റെ പേരിൽ ക്ലേ വാങ്ങിച്ചു കൂട്ടിയപ്പം എന്ത് ഉണ്ടാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഇവനെ കണ്ടത്. കാണാൻ ക്യൂട്ടായി തോന്നിയതുകൊണ്ട് തന്നെ ഇവനെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാണാനും സിമ്പിളാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്. വേറൊരു പണിയുമില്ല. ഒരു ബോഡി, 2 കൈ, 2 കാല്, 2 കണ്ണ്, ഒരു കൊക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ എടിപിടിയിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് ഫിനിഷിങ്ങിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ശരിയായിക്കോളൂന്നേ. ഉരുട്ടുമ്പോഴും പരത്തുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ വയ്ക്കുന്നിടത്ത് ഇതങ്ങ് താന്നു പോവും. കുഴപ്പമില്ല, ധൃതി വയ്ക്കാതെ ചെയ്താൽ മതിയേ. ഞാൻ സമയമില്ലാത്ത സമയത്ത് ചെയ്തതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നത്. ആദ്യം കണ്ണു വെച്ചപ്പോൾ കുറച്ച് വലുതായ പോലെ തോന്നി. പിന്നെ അത് മാറ്റി രണ്ടാമതും വെച്ചപ്പോഴാണ് ഏകദേശം സൈസ് കറക്റ്റായി തോന്നിയത്. അങ്ങനെ താറാകുട്ടൻ ഏകദേശം അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജിലെത്തി. എങ്കിലും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. എന്നാൽ പിന്നെ അത് തിരുത്തി കൊടുത്താലോ? അങ്ങനെ വിചാരിച്ചൊരു ക്യാപ്പും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വക ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷെ സംഗതി ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊപ്പി പരിപാടി കഴിഞ്ഞ് തൊപ്പി വെച്ചപ്പോൾ വീണ്ടും എന്തോ ഒരു കുറവ് പോലെ തോന്നി. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും തോന്നുവേ ഒരു ഗുണ്ടബിന് ലുക്ക്. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ ഡക്ക് മോളുടെ പരിപാടി ഇവിടെ തീർന്നു. അപ്പോൾ ആളിനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം.